ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിനി തോമസ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചെങ്ങന്നൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 14, 2024 എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് അമ്മ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ കുഞ്ഞിന് കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നത്. ജനുവരി 20 രാവിലെ സ്കൂളിൽ പോകുവാനായിട്ട് ഒരുങ്ങിയ എൻ്റെ കുഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കുന്നു, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പോസ്റ്റ് BSc സെക്കൻഡ് ഇയർ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർ ആയിരിക്കുന്നു. ഞാനപ്പോൾ ഞാൻ അന്നേരം വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓട്ടോയിൽ വരുന്നതിന് മുൻപ് കുഞ്ഞെന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് നല്ല വേദനയുണ്ട്, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ചെറിയ വേദനയല്ലെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ സിവിയർ പെയിൻ ആണെങ്കിൽ മോൾ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ പോകും, കാരണം അന്നൊരു ടെസ്റ്റ് പേപ്പറുണ്ട്, മാത്രമല്ല ഒരു ദിവസം പോകാതിരിക്കുമ്പോൾ അന്നത്തെ നോട്ട്സുകളെല്ലാം പെൻഡിങ് വരും, എന്തായാലും ഞാൻ പോകുവാണ്, അമ്മ എനിക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, അവിടെ ചെല്ലുമ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലവീനയ്ക്ക് തീരെ വയ്യ, നല്ലവണ്ണം വയറുവേദനയുണ്ട്, എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അമ്മ പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോവുകയും കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരികയും അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോകാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോകണ്ട, നമുക്കെല്ലാം അറിയാം ക്ലിനിക്കുകളിൽ വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെ കൊണ്ടുപോകാം, നമ്മുടെ അവിടെ നിന്ന് തന്നെ 1/4 മണിക്കൂർ യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ, ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് തന്നെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടറിൻ്റെ വൈഫ് എടുത്തിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു, 1 മണി വരെ ഡോക്ടറുണ്ട്, എമർജൻസി ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു. ഞാൻ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ വിവരം അറിയാൻ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്കാനിങ് കഴിഞ്ഞു, നീ എന്നത്തേക്കാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അമ്മ കാര്യം പറഞ്ഞു, ഞാൻ ടെൻഷൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞു. പീഡിയാട്രീഷ്യൻ സർജനുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, എമർജൻസി ആയിട്ട് കുഞ്ഞിനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. അമ്മ ഫോൺ വെക്കുകയും ചെയ്തു. അത് കേട്ടതോടുകൂടി എൻ്റെ നിയന്ത്രണമെല്ലാം വിട്ടുപോയി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എനിക്ക് ആകെ ബലം പരിശുദ്ധ അമ്മമാത ഈശോയാണെന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ മാതാവിനോട് മധ്യസ്ഥം പ്രച്ച് പ്രാർത്ഥിച്ചു. അമ്മ സഞ്ചരിക്കുന്ന മാതാവാണല്ലോ, അമ്മ എനിക്ക് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മ ഈശോയും കൂട്ടി ഈ നിമിഷം കുഞ്ഞിൻ്റെ അടുത്ത് പോവുകയും അവൾക്ക് ഞാനില്ലാത്തതിൻ്റെ കുറവ് ഇല്ലാതിരിക്കുകയും അവളെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വെക്കുവാൻ ഇടവരുത്തരുത്. അവൾക്കൊരു പോറൽ പോലും പറ്റാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അമ്മ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ രാവിലെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മാവേലിക്കര ഹോസ്പിറ്റലിൽ പോകാൻ പോകുന്നതിൻ്റെ മുൻപായിട്ട് വീട്ടിലെ ഏക ആശ്രയമായിട്ടിരുന്നത് ഉപ്പാണ്. ഇവിടുന്ന് കിട്ടിയ ആ ഉപ്പയിൽ ഒരല്പം കുഞ്ഞിൻ്റെ വായിൽ എടുത്തിട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവസരത്തിലെല്ലാം സാധാ ഒരു വയറ്റുവേദനയായിരിക്കും എന്നാണ് ചിന്തിച്ചത്. എങ്കിലും മാതാവേ കുഞ്ഞിനെ കാത്തുകൊള്ളണേ, അവൾക്കൊരു കുഴപ്പവും വരുത്തല്ലേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഉള്ളി കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ട് മാവേലിക്കര ശ്രീകണ്ഠപുരം ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലോ ബിലിവേഴ്സ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോകണം, അവിടെ പീഡിയാട്രിക് സർജനുണ്ട്, അതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ
ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഈ ചിൽഡ്രൻസിൻ്റെ ഡോക്ടറുടെ കയ്യിൽ, മാവേലിക്കരയിലെ ഡോക്ടറുടെ കൊടുത്തു. ആ ഡോക്ടർ അത് നോക്കി വെച്ച് ഞങ്ങളെ അകത്തോട്ട് വിളിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടി കയറി ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിരലും കൊണ്ട് ആ സ്കാൻ ചെയ്ത റിസൾട്ട് ഞങ്ങളെ കാണിക്കുകയാണ്. ഫെലോപ്പിയൻ ട്യൂബ് റൈറ്റ് ഓവറിയയിൽ ചുറ്റി ഓവറി ചരിഞ്ഞിരിക്കുകയാണ്. രണ്ടായാലും കുഞ്ഞിന് ഓപ്പറേഷൻ വേണം, അതെടുത്തെങ്കിലേ പറ്റൂ. കാരണം 2 ഓവറി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് പോയാലും കുഴപ്പമില്ല, ആ ഓപ്പറേഷൻ വേണം. രണ്ടാമത് കുഞ്ഞിന് ഫെലോപ്പിയൻ ട്യൂബിന് നിറവ്യത്യാസമോ ബ്ലഡ് സർക്കുലേഷൻ റൈറ്റ് ഓവറിക്ക് ഇല്ലാതെ വരികയോ യൂട്രസിൽ ബ്ലഡ് കയറിയിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കായിട്ട് ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും. എന്തായാലും നിങ്ങളെ എത്രയും പെട്ടെന്ന് ബിലിവേഴ്സിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പേ ഇവിടുന്ന് ഡോക്ടറെ അവിടെ വിളിച്ച് ഇൻഫർമേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അവിടെ എല്ലാം സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ കുഞ്ഞിനെ അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുഞ്ഞിനെ സ്കാൻ ചെയ്ത് ആ റിസൾട്ട് ഡോക്ടർ വെളിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത്, ദൈവമാതാവിനോട് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും ദൈവമാതാവ്, ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് ബിലിവേഴ്സിൽ പോകാൻ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഈ 1 മണിക്കൂർ കൊണ്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കുഞ്ഞിനോട് അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളോട് അവിടെ റൈറ്റ് ഓവറി ചരിഞ്ഞിരിക്കുകയാണ്, അതെടുക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിൻ്റെ റൈറ്റ് ഓവറിക്ക് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറയുവാണ്, കുഞ്ഞിൻ്റെ ഓവറി ചരിഞ്ഞല്ലിരിക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല, അതിൻ്റെ ഓർണമെൻറ്റ്സിനൊന്നും ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ചുരുണ്ടിരിക്കുന്ന ആ ഫെലോപ്പിയൻ ട്യൂബ് ഒന്ന് നൂത്തിട്ടാൽ മതി. അതിന് ഓവറി നേരെയായിരിക്കുന്നത്, അത് ചരിഞ്ഞിട്ടില്ല, അതിനൊരു കുഴപ്പവും ഇല്ല. അത് ആ ട്യൂബ് ഒന്ന് നൂത്തിട്ടാൽ മാത്രം മതി, അതിന് കീഹോളി ചെയ്താൽ മതി, അതിന് ഓപ്പറേഷൻ വേണ്ടാന്ന്. അപ്പോഴാണ് എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു, മാതാവേ, ഒരു പെൺകുഞ്ഞാണ്, 1 ഓവറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ഓവറിയേ ഉള്ളൂ. ഈ കുഞ്ഞ് ജീവിതകാലം ജീവിക്കേണ്ടതാണ്, അതിൻ്റെ ഓവറി എടുക്കരുത്. ഞങ്ങളിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ, അമ്മയും പെണ്ണാണല്ലോ, എൻ്റെ കുഞ്ഞിനെ കരുതിക്കൊള്ളണേ. ഞങ്ങളിവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് അവിടെ ചെന്നു കഴിഞ്ഞും എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ കരങ്ങളിൽ മാതാവ് വഹിച്ചു. അവളെ കാത്തു പരിപാലിച്ചതിൻ്റെ കൃപയായിട്ട് ദൈവം ആദിയിൽ സൃഷ്ടിച്ച ഒരു ഓർണമെൻറ്റ്സിനും കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ചു ഞങ്ങൾക്ക് സന്തോഷം തന്നു. പക്ഷേ ആ ഓപ്പറേഷന്, ആ കീഹോളിന് മുമ്പ് കുഞ്ഞിൻ്റെ ആ ഓവറിയുടെ അടിയിലായിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ എടുത്ത് കാണിച്ചു, ഒരു മീൻ ചെതുമ്പൽ പോലെ. അത് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ റിസൾട്ട് വാങ്ങിക്കാനും കുഞ്ഞിൻ്റെ സ്റ്റിച്ചിങ്ങിനും വേണ്ടി ഞങ്ങൾ 30-ാം തീയതി പോയി ഡോക്ടറെ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ, ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയോന്ന്? അന്നേരം ഡോക്ടർ പറയുന്നത്, അവൾക്കൊരു കുഴപ്പമില്ല, അവളെ ഇന്ന് 3-ാം തീയതിയാണ്, ഇന്ന് മുതൽ 3-ാം തീയതി മുതൽ അവളെ സ്കൂളിൽ വിട്ടു. അവൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവളെ 3-ാം തീയതി മുതൽ സ്കൂളിൽ വിട്ടു. അവൾക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മാതാവ് ഞങ്ങളോട് കൂടെ ഇരുന്നു, എൻ്റെ കുഞ്ഞിനെ കരുതി. മാതാവിൻ്റെ കൃപ, മാതാവ് കർത്താവിനോട് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വേദനപ്പെട്ടതും ഇനിയും വേദനിക്കാൻ ആരും ഉണ്ടാകത്തില്ല, സ്ത്രീകളിൽ ഏറ്റവും വേദനപ്പെട്ട അമ്മ, ആ അമ്മ മാതാവ്, പരിശുദ്ധ ദൈവമാതാവ്, വിശുദ്ധ കന്യകാമറിയം,
ആ കന്യകാമറിയം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് 10 വയസ്സ് കഴിഞ്ഞ എൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് മനസ്സലിവ് കാണിച്ചു, ദയ കാണിച്ചു, തൻ്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി അപേക്ഷിച്ചു, യാചിച്ചു. അമ്മയുടെ കൃപയാണ്. അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം അവൾ ഇന്ന് ഈ ആരോഗ്യത്തോടെ ഇവിടെ, അവളുടെ ഒരവയവങ്ങളും പോകാതെ അവൾ ഇന്ന് ഈ ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുന്നതിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ഇത്രത്തോളം വിടുതൽ തന്നെ എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. 26-ാം തീയതിയാണ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ അന്ന് സ്റ്റിച്ച് റിമൂവ് ചെയ്യാതാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുവോ അന്ന് ഏത് സമയത്താണെങ്കിലും ഒന്നുമില്ല, ഞാൻ അമ്മ മാതാവിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടേ ഞാൻ എൻ്റെ ഭവനത്തിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ 26-ാം തീയതി ഞങ്ങളിവിടെ വരികയും വൈകിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അന്നേരം ഒരു അച്ഛനുണ്ട്, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വന്നത്. പക്ഷേ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം പെടുത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന ഫ്രണ്ടിലത്തെ ഗ്രോട്ടോയുടെ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ വന്നാണ് ഞങ്ങളിരുന്നത്. അതുവരെ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്നും ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 30-ാം തീയതി ബയോപ്സിയുടെ റിസൾട്ടിൻ്റെ ആ സ്റ്റിച്ച് റിമൂവ് എടുക്കാൻ പോകുന്നെന്നും ഞങ്ങൾ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിച്ചും പോകുന്ന വഴികളിലെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഡോക്ടറുടെ ക്യാബിന് കയറുന്നതിൻ്റെ മുമ്പും ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് ഞങ്ങൾക്ക് ഇടുവാൻ സാധിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. രണ്ടാമത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ഉടമ്പടി പത്രം, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പൂശി ഞാൻ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കടകളിലും, ഞാൻ 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു മടിയും കൂടാതെ എനിക്കത് സാധിക്കുകയും ചെയ്തു. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് ഉടമ്പടി പത്രം ആദ്യം കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടിയാണെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്കൊരു മടിയും കൂടാതെ ഉടമ്പടി പത്രം കൊടുക്കുവാനും കാരുണ്യപ്രവൃത്തി ചെയ്യുവാനും എന്നെ അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു. ഞാൻ 3-4 ദിവസം കൊണ്ട് തന്നെ ഉടമ്പടി പത്രം എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മഹത്വം പറഞ്ഞു തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും അവർ ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുകയും ഞാനത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ഞാൻ എൻ്റെ വാട്സപ്പ് വഴി എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ പൊതിച്ചോറുണ്ടാക്കി തെരുവോരങ്ങളിലും പിശ യാചിക്കുന്നവർക്കും ഓൾഡ് ഏജ് ഹോമിലും കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ആര് കൈ നീട്ടിയാലും അവരെ ഞാൻ വെറും കൈയോട് ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് എല്ലാവർക്കും ഞാൻ കൊടുത്തു വിടാറുണ്ട്. അതുപോലെ തന്നെ പറയുന്നതിൽ വ്യക്തത എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ ഉടമ്പടി ഉപ്പ് ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുക്കുകയും ഇത് നിങ്ങൾ ഉപയോഗിക്കണം, കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണമെന്നാണ് പറഞ്ഞു വിടുന്നത്. അതുപോലെ തന്നെ ആത്മീകമായിട്ടുണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുടുംബ പ്രാർത്ഥന എന്നതുള്ളത് പലരും പല സമയത്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും അതിലൊരു മുടക്കം വരാതെ ഞങ്ങൾക്കത് നോക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരാൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ തന്നെയാണ് കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ മടിയാണ്, പേടിയാണെന്ന് പറഞ്ഞിടത്ത് അവൾ തന്നെ മാതാവിനോട് മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. അതിൻ്റെ കൃപ കാരണം അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം ഈശോ അവളെ തൊട്ട് അവൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കൃപാവരങ്ങൾ തന്നെ അവൾക്ക് കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരെക്കാട്ടിലും നല്ല വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങളെടുത്ത് എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന, ഇതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒപ്പം തന്നെ ഇപ്പം എൻ്റെ കുഞ്ഞും അരമണിക്കൂർ ബൈബിൾ വായനയുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും ചെറിയതും വലിയതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 116:10 ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും
ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ബിനി തോമസ് എന്ന ഈ സഹോദരിയും അമ്മയും കുഞ്ഞും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി അമ്മ മാതാവ് ഈ കുടുംബത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്കുണ്ടായ ഒരു വയറുവേദനയും ഓവറിയിൽ ചുറ്റിക്കിടക്കുന്ന ഫലോപ്പിയൻ ട്യൂബും അത് യൂട്രസിനെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് അവരുടെ പ്രവർത്തനങ്ങളെ അത് നിർജ്ജീവമാക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടും അത് സർജറിയിലേക്ക് പോകണമെന്നും റിമൂവ് ചെയ്യണമെന്നും ആദ്യത്തെ സ്കാനിങ് റിപ്പോർട്ട് കുടുംബത്തിന് ലഭിക്കുന്നു. അവിടെ നിന്ന് അത് ആശുപത്രിയിൽ അവിടെ കൈകാര്യം ചെയ്യുവാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നു. ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുത്ത് അടുത്ത ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കുടുംബം മുഴുവനും പരിശുദ്ധ കൃപാസന മാതാവിൽ മകളെ സമർപ്പിച്ചുകൊണ്ട് ഇടതടവില്ലാതെ കണ്ണീരോടെ സഞ്ചാരി മാതാവ് മകൾക്കൊപ്പമെത്തി മകളെ താങ്ങി സംരക്ഷിച്ച് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം ഓപ്പറേഷന് തയ്യാറായി നിൽക്കുന്ന ആശുപത്രിയിൽ ചെന്ന് രണ്ടാമത് ഒന്നുകൂടി സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ആ ഓവറി ചരിവൊന്നുമില്ലാതെ നേരെ ഇരിക്കുന്നുവെന്നും ഫലോപ്പിയൻ ട്യൂബ് ഓവറിയിൽ ചുറ്റിയിട്ടില്ലെന്നും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അതുകൊണ്ട് ഇത്തിരി ചുരുങ്ങിക്കിടക്കുന്ന ഫലോപ്പിയൻ ട്യൂബ് നിവർത്തിയിട്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നും പറഞ്ഞ ആ ഡോക്ടർമാർ അവർ ഗുരുതരമായ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരുന്നത് വളരെ നിസ്സാരമായ ആ ഫലോപ്പിയൻ ട്യൂബ് നിവർത്തുന്ന ഒരു ചെറിയ കാര്യം കൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ 10 വയസ്സ് 11 വയസ്സുള്ള മകളുടെ ആരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സഹോദരിയുടെയും അമ്മയുടെയും വാക്കുകളിൽ കടന്നുപോയ ആ മണിക്കൂറുകളിലുണ്ടായ തീവ്രമായ ആശങ്കകളും എന്നാൽ അതിനേക്കാൾ അധികം പരിശുദ്ധ കൃപാസന മാതാവിൽ ഇവർ അർപ്പിച്ച ശരണവും നന്നായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടി ഒപ്പെടുത്ത് കുഞ്ഞിനെ നാവിൽ വെച്ചു കൊടുത്തുകൊണ്ട് അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് ആശുപത്രിയിലേക്ക്. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് നീ തന്നെ അമ്മയായി വരികയും നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ മകളെ അതിൻ്റെ ഏറ്റവും ക്ലേശപൂർണമായ നിമിഷങ്ങളിൽ കൂടെ നിന്ന് സഹായിച്ച് നല്ല ആരോഗ്യം വീണ്ടും കൊടുക്കുവാൻ അനുവദിക്കണമെന്നും അത് സർജറിക്ക് വിധേയമാവാതെ ആ കാര്യങ്ങളെ പരിഹരിച്ചു കൊടുക്കണമെന്നും കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഞ്ചാരി മാതാവ് സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധമ്മയുടെ കൃപയുടെ സംരക്ഷണം ആ മകൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷത്തെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. മാതാവിനോട് പറഞ്ഞതാണ്, സ്റ്റിച്ചെടുക്കുമ്പോൾ ഇവിടെ തന്നെ ആദ്യമായി വന്ന അമ്മയെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തി അമ്മ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചാണ് തിരികെ മടങ്ങുന്നത്. ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തി അമ്മ മാതാവ് പൂർണ്ണമായ ആരോഗ്യം നൽകി മകളെ സംരക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഒരു രോഗത്തിൻ്റെ സൗഖ്യം എന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തിൻ്റെ ആത്മീയത എങ്ങനെ കെട്ടുറപ്പോടുകൂടി നയിക്കുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചുവെന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് തോന്നിയ സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന കുടുംബം ഒരുമിച്ചിരുന്ന് എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കുന്ന രീതിയിൽ സന്തോഷത്തോടെ ആവേശത്തോടെ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്നതിന്, വചനം ഓരോരുത്തരും ചേർന്ന് വായിക്കുന്നതിന്, കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് കുടുംബത്തെ ഈ ഉടമ്പടി ജീവിതം സഹായിക്കുകയും നയിക്കുകയും ചെയ്തുവെന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമേ 2019 ഒന്ന് ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ കൊറോണയുടെ സമയം കാരണം പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2023 മെയ് 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു യോഗ്യതയുമില്ല പാപിയായ എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമേ എൻ്റെ ഭർത്താവാണ്. പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് വന്ന് ആദ്യമേ 1993 ഒരു ആക്സിഡൻറ്റ് വന്നു. ആ സമയം 5 വർഷത്തോളം പുള്ളി വയ്യാതിരുന്നു. 1 വർഷത്തോളം കോമ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഞാൻ അന്ന് മുതൽ എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ അതിനുശേഷം എൻ്റെ ഭർത്താവ് പിന്നീട് വീണ്ടും എഴുന്നേറ്റ് ജോലി പോകാൻ തുടങ്ങി. ഓട്ടോ ഡ്രൈവറാണ്. അതിനുശേഷം 2023 വീണ്ടും ഒരപകടം കൂടെ വന്നു. പുള്ളി വണ്ടിയിൽ നിന്ന് വീണ് ഡിസ്ക് തെന്നിപ്പോയി. അപ്പോൾ 1 വർഷത്തോളം അബോധാവസ്ഥയിൽ കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അനസ്തേഷ്യ കൊടുത്താൽ പിന്നീട് അത് തിരിച്ച് ബോധത്തിലേക്ക് വരുമോ എന്നവർക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എഴുതി തന്നില്ല. ആ സമയത്തൊന്നും പുള്ളിക്ക് തന്നെ എഴുന്നേക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഭർത്താവ് മണിക്കൂറുകളോളം ഇരുന്ന് ബൈബിള് വായിക്കുമായിരുന്നു. അങ്ങനെ 8 മാസം ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഷൈനി എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ അനുവദിക്കുമെങ്കിൽ ബാബുച്ചൻ അത് പൊക്കോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 വർഷത്തോളമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ഞങ്ങൾ സ്വന്തം ഓട്ടോ ഓടിച്ച് 5 പ്രാവശ്യം ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ല. ചെയ്യാതെ തന്നെ എഴുന്നേറ്റ് നടന്നു. എൻ്റെ ദൈവത്തിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ നിയോഗം എൻ്റെ മോളോടെയാണ്. എൻ്റെ മോളോട് വന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതാണ്. എൻ്റെ മോൾക്ക് 15 വയസ്സ് മുതൽ ശ്വാസം മുട്ടലായിരുന്നു. ഇപ്പോൾ 25 വയസ്സായി അവൾക്ക്. പക്ഷേ ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് ശേഷം 2020 അവൾക്ക് പെട്ടെന്നൊരു കല്യാണം ആലോചന വന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ സമ്മതിച്ചു. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു. നല്ല ഒരു ജീവിതമാണ് എൻ്റെ മോൾക്ക് എൻ്റെ അമ്മ കൊടുത്തത്. പക്ഷേ എൻ്റെ ശ്വാസം മുട്ടൽ അവൾക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മോനുണ്ടായി. ആ മോന് 3.5 വയസ്സുണ്ട്. രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് 6 മാസം കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ശ്വാസം മുട്ടൽ അവളെ വല്ലാതെ അലട്ടി. ഒരാഴ്ചയിൽ 5 ഇൻഹേലറെങ്കിലും അവൾ ഉപയോഗിക്കുമായിരുന്നു. എങ്കിലും ഒരു സന്തോഷത്തോടെ എൻ്റെ മോൾ നടന്നിട്ടില്ല. എപ്പോഴും പറയും, എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യും എന്നോട് പറയുമായിരുന്നു. പക്ഷേ അന്ന് 6 മാസമായപ്പോൾ ശ്വാസം മുട്ടൽ കൂടി, ഓക്സിജൻ ലെവൽ താന്നു. ഓക്സിജനൊക്കെ കൊടുത്ത് ഡോക്ടർ പറഞ്ഞു, വേറെ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോക്കോ, മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോക്കോ, ഓക്സിജൻ്റെ ലെവൽ ഉയരുന്നില്ല. അപ്പം ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ വരുത്തല്ലേ, ആയിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാത്രി 1 മണി വരെ ഇത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒത്തിരി പേര് കൂടി പ്രാർത്ഥിച്ചു. 1 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു 65 ആയിരുന്നു ഓക്സിജൻ്റെ ലെവല്. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ശകലം ഭേദമുണ്ട്, നമുക്ക് നോക്കാം, ഇവിടെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവിടെ ഓക്സിജൻ കൊടുത്തു ആശുപത്രിയിൽ അഡ്മിറ്റായി. 7ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ ലെവൽ ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഈ ശ്വാസം മുട്ട് അലത്തല്ലേ, ഞാനിവിടെ വന്ന് സാക്ഷി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 1 വർഷമായി. ഞങ്ങൾക്ക് രണ്ടാമതൊരു മോളുണ്ടായി. നല്ല മിടുക്കിയായൊരു മോളെ ഞങ്ങൾക്ക് തന്നു. അവൾക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മോൾ എനിക്കേതോട് ഉപയോഗിക്കുമോ, അവൾക്ക് ശ്വാസം മുട്ടലോ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ 1993 മുതൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഓരോ പ്രശ്നങ്ങളിലും എൻ്റെ അമ്മ എനിക്ക് നേരിട്ട് വന്ന് എനിക്ക് അവരെ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയും ഞാൻ ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ പറയുന്നു, ഈ വിഷമിക്കണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ഈ നിമിഷം വരെ ഞാൻ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രം, എൻ്റെ ഈശോയുടെ കൃപ കൊണ്ട്. എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ ഫോട്ടോയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. വേറെ ആരോടും ഞാൻ പറയാറില്ല ഒന്നും. എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കരയും. ചിലപ്പോഴൊക്കെ രാത്രിയിൽ എനിക്ക് തോന്നും എൻ്റെ ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്കിരിക്കണം എന്ന് തോന്നും. എന്നിട്ട് ഞാൻ പറയും, ഞാനിന്ന് എണീറ്റ് വന്ന് കെട്ടിപ്പിടിച്ചിരിക്കാൻ പോവാമെന്ന് പറയും. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടും. ഈ 34 വർഷം ഞാൻ വളരെ വേദനയോടും ഒത്തിരി കടഭാരത്തോടും കൂടി ആണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരു മോനുണ്ട്. മോന് 1 വർഷമായിട്ട് ബഹ്റിനിലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് അവന് കിട്ടിയ വർക്ക് വിസയാണെന്നും പറഞ്ഞ് അവനെ വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ വിസ മാറിക്കൊടുത്തില്ല. അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവനവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായി. അവൻ്റെ പാസ്പോർട്ടും അവരുടെ കയ്യിലായിരുന്നു. തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെയേറെ വിഷമിച്ചു. എന്നെ വിളിച്ച് പറയും, അമ്മേ എനിക്കിവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, എന്നാ ചെയ്യും, ശമ്പളവും ഇല്ല എന്ന് പറഞ്ഞ്. ഞാൻ കൊച്ചു വിഷമിക്കണ്ട, അമ്മ എൻ്റെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ
അച്ഛൻ്റെ ഓൺലൈൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകാതെ ഞാനിനി വെള്ളം പോലും ഞാൻ കുടിക്കില്ല, എനിക്ക് വൈകുന്നേരത്തേക്ക് മുമ്പ് എനിക്കൊരു മറുപടി കിട്ടണേ അമ്മ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം 8 മണിയായപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു, നാട്ടിലേക്ക് പോരാൻ പൈസ അവർ തന്നില്ല. നമ്മൾ പൈസ വേണ്ട, കൊച്ചു കയറി പോരേ എന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം തിരിച്ച് നാട്ടിലെത്തി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്ക് പൈസ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 3-ാമത്തെ ദിവസം അയാൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്ന് അങ്ങനെ തന്നു. പിന്നെ 1 വർഷം നാട്ടിലിപ്പോൾ ജോലി ചെയ്യുമായിരുന്നു. എന്നും രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകും, രാത്രി 11 മണിക്കാണ് തിരിച്ച് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ നല്ലൊരു ജോലിയിലേക്ക് എൻ്റെ കൊച്ചിന് കൊടുക്കണേന്ന് പറഞ്ഞു. അതുപോലെ ഡിസംബറിൽ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു വിസ കിട്ടിയെങ്കിൽ ഞാൻ വരുവുള്ളൂ, ഇല്ലെങ്കിൽ വരികയെന്ന് പറഞ്ഞു. അവർ തരാമെന്ന് പറഞ്ഞ് 12-ാം തീയതി മെഡിക്കൽ കഴിഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞു, ജനുവരി അവസാനമാകാറായി, എന്നിട്ട് വിസ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ജനുവരി 30-ന് മുമ്പ് വിസ കിട്ടിയെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അത് മതി, ഇല്ലെങ്കിൽ എനിക്ക് വിസ വേണ്ടമ്മേ, എൻ്റെ കൊച്ചിന് നല്ലൊരു ജോലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥനയും കേട്ട് കഴിഞ്ഞപ്പോൾ മോനെന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മേ. നോക്കിയപ്പോൾ അവന് ജനുവരി 30-ാം തീയതി രാവിലെ അവൻ്റെ വിസ അവന് വന്നു. ഈ 12-ാം തീയതി അവൻ തിരിച്ച് കയറി പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്നെ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈശോയെ സ്വീകരിച്ച് എൻ്റെ ഈശോയുടെ കൂടെയായി നിത്യജീവിലേക്ക് പോകാനാണ് ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. ഇത്രയും നല്ല അനുഗ്രഹങ്ങളും കൃപകളും തന്ന് അനുഗ്രഹിച്ച് എൻ്റെ ഈശോയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ അമ്മയുടെ സാമീപ്യം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നല്ല സുഗന്ധമായിട്ട് എൻ്റെ അടുത്ത് വരും. ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും, അമ്മ എങ്ങനെ 27 വർഷമാണ് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇതുവരെ എനിക്കൊരു വീടില്ല, അതൊന്നും എനിക്കൊരു കുറവല്ല. എൻ്റെ അമ്മയുടെ പുണ്യഭൂമിയിൽ ഞാൻ ഒരു പിടി മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോളോട് ഞാൻ പറയും, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടുണ്ട് എൻ്റെ അമ്മയുടെ. അതെൻ്റെ ദേഹത്തിട്ട് വേണം എന്നെ കൊണ്ടുവയ്ക്കാന്ന് ഞാൻ പറയും. എൻ്റെ ഈശോയെ എന്തൊക്കെ പറയണം, എന്തൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കൊടുത്തതിന് കൂടുതൽ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല 2 മക്കളെ എനിക്ക് ദൈവം തന്നു. എൻ്റെ മകനെ പോലെ ഒരു നല്ല മകനെ എനിക്ക് സമ്മാനിച്ച് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഇന്ന് കോടാനുകോടി നന്ദി പറയുന്നു. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എന്നെ എൻ്റെ അമ്മ കാക്കുന്നുണ്ട്. ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് നല്ലതായിട്ടറിയാം. ഒരിക്കലും എന്നെ വിട്ടു പോകത്തില്ല. എൻ്റെ അമ്മയെ വിട്ട് ഉടമ്പടിയില്ലാതെ ഞാൻ ജീവിക്കല്. എൻ്റെ ഈശോയുടെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകും. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ബാലനായ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ദൈവത്തിന് സമർപ്പിക്കുന്ന യഹൂദ ആചാരപ്രകാരമുള്ള സമർപ്പണ ചടങ്ങിനിടയിൽ ദേവാലയത്തിൽ വർഷങ്ങളായി രക്ഷകൻ്റെ വരവും പ്രതീക്ഷിച്ചിരുന്ന ശിമയോൻ എന്ന പ്രവാചകനും ഹന്ന എന്ന പ്രവാചികയും, ഈ 2 വ്യക്തികൾ ഉണ്ണീശോയെ രക്ഷകനായ ദൈവത്തെ തങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കി ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് അവർക്കുണ്ടായി. അപ്പോൾ ശിമയോൻ അരുളി ചെയ്യുന്ന വാക്കുകളാണ് നാം കേട്ടത്. സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഷൈനി ബാബു ഈ രക്ഷ കണ്ടെത്തി. 93 മുതൽ പരിശുദ്ധ അമ്മയുടെ മകളായിട്ട് അമ്മയെ വിളിച്ച് ഈശോയെ കെട്ടിപ്പിടിച്ച് താൻ ജീവിക്കുന്നു എന്നാണ് ഈ മകൾ പറഞ്ഞത്. ഒത്തിരിയേറെ വിഷമമുണ്ടാകുമ്പോൾ ഈശോയോട് കൂടുതൽ സ്നേഹം തോന്നും. ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം കിട്ടും. അങ്ങനെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് ഈശോയെ അറിഞ്ഞ മക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം തന്നെ നമ്മോട് ചോദിക്കേണ്ട ചോദ്യത്തിന് മുൻപിൽ ഈശോയെ അറിഞ്ഞത് മുതൽ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് ആദ്യമേ ഒരു മേജർ ആക്സിഡൻറ്റ്, അതുമൂലം 1 വർഷം കോമായിലാകുന്നു.
5 വർഷം പുറത്തിറങ്ങാൻ പറ്റിയാതെ കഴിയുന്നു. ആ സമയത്തൊക്കെ പ്രാർത്ഥനയുണ്ട്, ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാൽ കർത്താവിനെയാണ് ഇവർ വിളിക്കുന്നത്, അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ആ മകൻ ആ കോമ സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവർ ആകുന്നതും, എന്നാൽ വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ഉടമ്പടി എടുക്കുന്നത് അപ്പോഴാണ്. ഡിസ്കിന് കംപ്ലൈൻറ്റ്, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ, അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല, കോമായിൽ കിടന്ന വ്യക്തിയായത് കാരണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. ഓപ്പറേഷനെ നിർവാഹമുള്ളൂ, എന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ല. അമ്മയുടെ നടയിലെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഈശോയോട്. പിന്നീട് അങ്ങോട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊണ്ടുള്ള ഒരു ജീവിതം. 8 മാസത്തിന് ശേഷം തൻ്റെ ഹസ്ബൻഡ് പുറത്തു പോകണമെന്നും ഓട്ടോ ഓടിക്കണമെന്നുമൊക്കെ പറയുന്നു. ഇന്നിവിടെ വന്നിരിക്കുകയാണ് പൂർണ്ണ ആരോഗ്യവാനായിട്ട്. ഓപ്പറേഷനൊന്നും നടത്തിയിട്ടില്ല, താൻ പൂർണ്ണ ആരോഗ്യവാനാണ്. തൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റൊക്കെ ദൈവം ആ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഏറ്റെടുത്തു എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നീട് അങ്ങോട്ട് തൻ്റെ മകളുടെ കാര്യം, അതുപോലെ തൻ്റെ മകൻ്റെ കാര്യം, ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. എല്ലാറ്റിനും എന്തൊക്കെയായിരുന്നു തടസ്സങ്ങൾ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അതുകൊണ്ട് തന്നെ വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമായ യേശു, ഏകരക്ഷകൻ, സത്യദൈവമായ യേശു ഇന്നെങ്ങനെ പലസ്തീനയിലൂടെ വർഷങ്ങൾക്ക് മുൻപ് നടന്നു ജീവിച്ച് അറിഞ്ഞു പോയ ഒരു ഈശോയല്ല, വാഗ്ദാനങ്ങളിലൂടെ ഇന്ന് നമ്മെ ബലപ്പെടുത്തുന്ന, ജീവിക്കുന്ന സുവിശേഷമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെയാണ് ഈ മക്കൾ. അതായത് തൻ്റെ ഹസ്ബൻഡ് തുടർച്ചയായി ബൈബിൾ വായിക്കുമായിരുന്നു എന്നാണ് പറയുക. അതായത് ഈശോയെ വായിക്കുന്ന ഒരു വ്യക്തി, പിന്നെ എങ്ങനെയാണ് ഈശോ ആ വ്യക്തിയെ വായിക്കാതിരിക്കുക? അങ്ങനെ ഈശോയും വായിക്കുന്നു. അതാണ് ഈ മകൻ്റെ ജീവിതത്തിൽ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നത്. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:10 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ വചനങ്ങളാണ് ഇവിടെ നിറവേറിയിരിക്കുന്നത്. തിരിച്ചു വരാത്ത എൻ്റെ ഉദ്ദേശ്യം നിറവേറ്റും, അതൊരിക്കലും ഫലരഹിതമായി തിരിച്ചു വരില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് ഉടമ്പടിയിലൂടെ അനുനിമിഷം നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സ്റ്റെഫിനി. എൻ്റെ അനുജത്തി ഡെയ്സി, ഭർത്താവ് ജോസ് മോഹൻ. അനുജത്തിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ചുണ്ടുമുറിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഞാനാണ് ഡെയ്സിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത്. ജോസ് മോഹൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. 2019 മുതൽ ഡെയ്സി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. 2023 ജോസ് മോഹന് ഒരു ദിവസം ഒരു വയറുവേദന തുടങ്ങി. വയറുവേദനക്കടുത്തുള്ള ക്ലിനിക്കിൽ പോയി കഴിഞ്ഞപ്പോൾ അസിഡിറ്റി ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു. 2 ആഴ്ച മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. വീണ്ടും ചെന്നപ്പോൾ തുടർന്നുകൊണ്ട് മരുന്ന് കഴിച്ചു, മാറിക്കോളൂ എന്ന് പറഞ്ഞ്. ഇതിനിടയിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാതെ വന്ന് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രി ഒട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റണില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് വിശദമായ പരിശോധനകളൊക്കെ നടത്തി. അപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ചത് അന്നനാളത്തിൽ മസിൽ വന്ന് വീർത്തിട്ട് അന്നനാളം ചുരുങ്ങുന്നതായിട്ടാണ് ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് കൂടി വന്നാൽ അന്നനാളം തന്നെ മുറിച്ച് കളഞ്ഞ് ആമാശയവും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു എൻഡോസ്കോപ്പി സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കെ ഈ 78 കിലോ ഉണ്ടായിരുന്ന ജോസ് മോഹൻ 56 കിലോ വരെയായി. ഒട്ടും ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, 1/2 ഗ്ലാസ് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി, ഒട്ടും പറ്റാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച്, മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്,
പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വരും. ഉടമ്പടി എടുത്ത ഡെയ്സി കൈ പിടിച്ച് ജോസ് മോഹൻ്റെ കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് പറഞ്ഞ്, പിന്നെ ഉടമ്പടി എടുത്തിരുന്നതുകൊണ്ട് തന്നെ തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. ഓപ്പറേഷൻ ചെയ്തു. പൂർണ്ണ സൗഖ്യമായി തിരിച്ചു വരും, സാക്ഷ്യം പറയണമെന്ന് ജോസഫച്ചൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല. എല്ലാവിധ ഭക്ഷണവും കഴിക്കുക, വെയിറ്റും ശരിയായി. അപ്പോൾ ഇത്രയും ചെയ്തു തന്ന, ഇതിനിടയിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മാതാവ് ചെയ്തു തരുന്നുണ്ട്. എല്ലാം ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇല്ല, അന്നനാളമൊന്നും വെക്കേണ്ടി വന്നില്ല. അന്നനാളത്തിൻ്റെ സർജറി മസിൽ മുറിച്ച് മാറ്റി അന്നനാളത്തിൻ്റെ ഇത് സ്റ്റഡിയാക്കി. അന്നനാളം മുറിച്ച് കളയേണ്ടി വന്നില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് എൻഡോസ്കോപ്പി സർജറി ചെയ്തു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തു നോക്കിയപ്പോൾ അന്നനാളം പൂർവ്വസ്ഥിതിയിലായി. അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടി. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ സൗഖ്യം കിട്ടി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. തേനും നാവിലിറ്റിച്ചു കൊടുത്തിരുന്നു. പിന്നെ തൈലം പുരട്ടിയിരുന്നു. ഡെയ്സി കൈപിടിച്ച്, ഉടമ്പടി എടുത്ത ഡെയ്സി കൈപിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എല്ലാം ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നു. എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ട് ജോസ് മോഹനെ പൂർണ്ണ സൗഖ്യം കിട്ടി. ഇത്രയും നന്മ ചെയ്ത്, ഇത്രയും കരുണ ചെയ്ത മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഡെയ്സി പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ ഡെയിലി പള്ളിയിൽ പോകും. പിന്നെ ജപമാല എല്ലാം ജപമാല ഈ ജന്മനാളി വൈകിട്ട്, അതാണ് എൻ്റെ മാതാവിനെ രക്ഷിക്കണം. പിന്നെ പാവങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തു കൊടുക്കും. സഹായങ്ങൾ ചെയ്യാൻ എന്നെ ഒന്നാമത് ഞാൻ ചെയ്യും. പിന്നെ പത്രം വാങ്ങി വീടുകളിലും ബസ്സുകളിലും കൊടുക്കും. പള്ളിയിൽ പോകുമ്പോൾ അവിടെ കൊടുക്കും. അങ്ങനെ പരമാവധി ചെയ്യുന്ന അതിൻ്റെ ചെയ്തു വന്നിട്ടുണ്ട്. ഇത്രയും വലിയ പറഞ്ഞ ഈ ഒരു അമ്മയുടെ അനുഗ്രഹം എനിക്ക് പറഞ്ഞ ഇരുല. ദൈവത്തിന് നന്ദിയും. ഇനിയും ഒരുപാട് കടപ്പാടുകളിൽ ഈശോയോട് ചെയ്യാനുണ്ട്. അത് ചെയ്യും ഞാൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ, അങ്ങിച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ഇവിടെ സാക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് സാക്ഷ്യം നാം കേട്ടു. അതായത് അന്നനാളത്തിൻ്റെ ബ്ലോക്ക്, അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അന്നനാളം തന്നെ മുറിച്ച് കളയേണ്ടി വരും. എന്തായിരുന്നു കോംപ്ലിക്കേഷൻ? ഇതെല്ലാം സാക്ഷ്യത്തിലുടനീളം നാം കേട്ടുകൊണ്ടിരുന്നതാണ്. അന്നനാളവും ആമാശയവും കൂടി യോജിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അന്നനാളത്തിലാണ് തടിപ്പ് കണ്ടത്. പിന്നീട് എങ്ങനെ ഈ മകൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? ഒരു അര ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല. ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടന്നു. വീണ്ടും 1 വർഷം കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്നു. പൂർണ്ണ ആരോഗ്യവാനായിട്ട് തൻ്റെ നഷ്ടപ്പെട്ട വെയിറ്റൊക്കെ വീണ്ടെടുത്ത് പൂർവ്വസ്ഥിതി പ്രാപിച്ച് ഇന്ന് അമ്മയുടെ നടയിൽ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ ഭർത്താവിനെയും കൊണ്ട് വൈഫിൻ്റെ ചേച്ചിയായ ഒരു മകളും കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങിച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ എന്ന് ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടു. ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. കർത്താവിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും ആത്യന്തികമായ അടിസ്ഥാനം. നമ്മുടെ യോഗ്യതയല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഓരോ ദിവസവും കൃപാസന അൾത്താരയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉടമ്പടിയുടെ കണ്ടൻറ്റുകൾ.
ഇതെല്ലാം നാമും അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്താണ് ഉടമ്പടി എന്ന് അതുകൊണ്ട് നമുക്കറിയാം. പുതിയതായിട്ട് നമ്മെ ആരും പഠിപ്പിക്കേണ്ട. ഉടമ്പടിയിലൂടെ ലഭിക്കാത്ത ഒരു കാര്യവുമില്ല. ഭൂമി ആകാശത്തിന് താഴെയുള്ള എല്ലാറ്റിനും ഉടമ്പടിയിൽ പരിഹാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം ഓരോ ദിവസത്തെയും സാക്ഷ്യങ്ങളിലൂടെ അനുഭവിക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.